big clap to our respected student. So what is your name? Safa. Safa. So thank you to Safa for helping me translate. രാഹുൽ സംസാരിച്ചത് ശാസ്ത്രചിന്തയെക്കുറിച്ചായിരുന്നു. തുടക്കക്കാരിയുടെ പരിഭ്രമമൊന്നുമില്ലാതെ സഫയുടെ പരിഭാഷ. The first most important thing about science is that you have to have an open mind. സയൻസിന് ഏറ്റവും ആദ്യമായിട്ട് വേണ്ടത് നമുക്കൊരു തുറന്ന മനസ്സ് വേണമെന്നുള്ളതാണ്. Your mind cannot be closed. നിങ്ങളുടെ മനസ്സ് ഒരിക്കലും അടച്ചുമൂടി കിടക്കരുത്. രാജ്യത്ത് വിദ്വേഷം പടരുകയാണെന്നും വിദ്വേഷം ശാസ്ത്രചിന്തയെ ഇല്ലാതാക്കുമെന്നും രാഹുൽ പറഞ്ഞു. പ്രസംഗത്തിന് ശേഷം സഫയ്ക്ക് നന്ദി പറഞ്ഞ് ചോക്ലേറ്റും നൽകിയാണ് രാഹുൽ മടങ്ങിയത്. A big thank you to the students for inviting me here, and thank you to you for doing such a good job translating. Thanks Rahul ji for giving a thought-provoking lecture. അപ്രതീക്ഷിത അവസരത്തിന്റെ സന്തോഷത്തിലാണ് സഫ. നല്ല സന്തോഷം തോന്നുന്നു. എന്റെ ലൈഫിലെ തന്നെ ഏറ്റവും നല്ലൊരു ദിവസം, ഏറ്റവും സന്തോഷമുള്ളൊരു ദിവസം. അതിനേക്കാൾ ആവേശത്തിൽ സഫയുടെ കൂട്ടുകാരും. വിനോദ് കുമാറിനൊപ്പം അശ്വിൻ പല്ലത്ത്, ന്യൂസ് 18 മലപ്പുറം. എറണാകുളത്തെ പള്ളുരുത്തിയിലെ സെന്റ് റീത്താസ് സ്കൂളിലെ കഴിഞ്ഞ ദിവസം 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി തല മറച്ചു വന്നതിന് ഇത് യൂണിഫോമിന്റെ ഭാഗമല്ല, ഇത് യൂണിഫോമിൽ പെടില്ല, ഇതൊന്നും യൂണിഫോമിന്റെ ഭാഗമല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിനക്കിവിടെ പഠിക്കണമെങ്കിൽ നീ തലമറച്ച് വരരുത് എന്ന് പറഞ്ഞുകൊണ്ട് തലമറച്ച് ശിരോവസ്ത്രം അണിഞ്ഞ് തിരുവസ്ത്രം അണിഞ്ഞ് കൊന്ത തൂക്കി കുരിശുമാല തൂക്കിയ ഒരു സ്ത്രീ തന്നെ ഒരു പെൺകുട്ടിയോട് അത് പറഞ്ഞ് ആ പെൺകുട്ടിയുടെ വിദ്യാഭ്യാസം മുടക്കിയിട്ടുണ്ടെങ്കിൽ ഇവരൊന്നും ഭയക്കുന്നത് ഈ പറയുന്ന ഹിജാബിനെ മാത്രമല്ല എന്നുള്ളതാണ്. ഹിജാബിനെ മാത്രമല്ല ഇവർ ഭയക്കുന്നത്, ആ ഹിജാബ് ധരിക്കുന്ന വിദ്യാർത്ഥികളെ ഇവർ ഭയക്കുന്നുണ്ട്. ആ ഹിജാബ് ധരിച്ച് പഠനം നടത്തി മികച്ച മുന്നേറ്റങ്ങൾ നടത്തുന്ന സമൂഹത്തിൽ വളരെ വലിയ സ്വാധീനങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന അവരുടെ കഴിവുകളെയും ഇവരൊക്കെ ഭയപ്പെടുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കൂ. കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ കന്യാസ്ത്രീ, ആ സ്കൂളിന്റെ പ്രിൻസിപ്പൽ, വലിയ വായയിൽ ഒരു പേപ്പറിൽ എഴുതി കൊണ്ടുവന്ന പലതും നോക്കി വായിക്കുന്നത് നമ്മൾ കണ്ടു. ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ പ്രിൻസിപ്പളാണ് വലിയ വായയിൽ പലരും എഴുതി കൊടുത്തത് നോക്കി വായിക്കുന്നത്. ആളുകളുടെ മുന്നിൽ ആളാവാൻ വേണ്ടി കുറെയൊക്കെ മലയാളത്തിൽ, കുറെയൊക്കെ ഇംഗ്ലീഷിൽ, അതിനിടയിൽ ഒരു 10,000 തവണ ഇന്ത്യ എന്നുള്ള വാക്ക് അവർ ഉച്ചരിച്ചിട്ടില്ല എന്നുള്ളതും വളരെ ശ്രദ്ധേയമാണ്. അവർ പറഞ്ഞ വാക്ക് എന്ന് പറയുന്നത് ഭാരതം എന്നുള്ളതാണ്. അത് ഇംഗ്ലീഷിൽ പറഞ്ഞതുകൊണ്ട് ഭാരതം എന്ന് പൂർണ്ണമായിട്ട് പറഞ്ഞിട്ടില്ല, ഭാരത് എന്നാണ് പറഞ്ഞത്. എന്താണെങ്കിലും ആവർത്തിച്ച് ഭാരതം എന്ന് പറയുമ്പോൾ, നമ്മൾ അതിനെ ഇന്ത്യ എന്ന് പറയുമ്പോൾ, ഇപ്പോഴും ഒഫീഷ്യലി ഇന്ത്യ ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ ഇന്ത്യ എന്ന് തന്നെ പറയുന്നു. ഇന്ത്യ എൻ്റെ രാജ്യമാണ് എന്നാണ് പറയുന്നത്. അപ്പോ ഇന്ത്യ എൻ്റെ രാജ്യം തന്നെയാണ്. ഈ രാജ്യത്തിന്റെ ഈ പറയുന്ന പൈതൃകവും പാരമ്പര്യവും എന്താണെന്ന് ഈ പറയുന്ന കന്യാസ്ത്രീക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ കന്യാസ്ത്രീ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഇവരും ഇതുപോലെ സ്കൂളിൽ പോയിരുന്നതല്ലേ, ഇവരും ഇതുപോലെ ഒരു ക്ലാസ് മുറിയിൽ പോയിരുന്ന വ്യക്തിയല്ലേ. അന്ന് ഇവരുടെ ഇടത്തും വലത്തും മുന്നിലും പിന്നിലുമായിട്ട് എത്രയധികം തട്ടമിട്ട വിദ്യാർത്ഥികൾ, സഹപാഠികൾ ഇവരുടെ കൂടെ ഇരുന്നിട്ടുണ്ട്. ഇവർ സ്കൂളുകളിലും ക്ലാസ് മുറികളിലും കയറിയാൻ പ്രായമാവുന്നതിന് മുമ്പും കേരളത്തിന്റെ വിദ്യാലയങ്ങളിലും ഇന്ത്യയുടെ വിദ്യാലയങ്ങളിലുമൊക്കെ തട്ടമിട്ടും ഹിജാബ് ഇട്ടുകൊണ്ടുമുള്ള പല വിദ്യാർത്ഥികളും പഠിച്ചിറങ്ങിയിട്ടുണ്ട്. അവരൊക്കെ ഇന്ന് സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നുമുണ്ട്. അപ്പോ ഈ ഇന്ത്യയുടെ പാരമ്പര്യം എന്താണ്? ഇന്ത്യയുടെ പാരമ്പര്യം എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇന്ത്യയുടെ പാരമ്പര്യത്തില്, അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ പാരമ്പര്യത്തില്, വിശ്വാസങ്ങളില്, മതങ്ങളില് ഇസ്ലാമിന് മാത്രമല്ല തല മറക്കണം എന്നുള്ള ഒരു നിയമമുള്ളത്. അത് ക്രൈസ്തവർക്കുമുണ്ട്. ഈ പറയുന്ന ക്രൈസ്തവർ തല മറക്കുന്നില്ലെങ്കിൽ ആ മതം അത് പറഞ്ഞിട്ടില്ല എന്നല്ല അതിനർത്ഥം. ബൈബിൾ അത് പറഞ്ഞിട്ടില്ല എന്നല്ല അർത്ഥം. ബൈബിളും ക്രൈസ്തവരും അത് പറയുന്നുണ്ട്, ക്രൈസ്തവ മതവും അത് പറയുന്നുണ്ട്. അത് ചെയ്യാത്തതിന് മുസ്ലിങ്ങൾ കുറ്റക്കാരാവുന്നില്ല. ഇനി ഹൈന്ദവരിലേക്ക് വന്നു നോക്കൂ.
ഉത്തരേന്ത്യയിൽ നിങ്ങളൊന്ന് പോയി നോക്കൂ. ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് ജീവിക്കുന്ന എല്ലാ സ്ത്രീകളും ഈ പറയുന്ന തല മറക്കുന്നവരാണ്. എന്തിനധികം ഇന്ത്യക്കൊരു രാഷ്ട്രപതി ഉണ്ടായിരുന്നു, പ്രതിഭാ പട്ടീൽ. ഈ പ്രതിഭാ പാട്ടീലിന്റെ ഫോട്ടോ നിങ്ങളൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കൂ. അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും കണ്ടവരാണല്ലോ. പ്രതിഭാ പട്ടീൽ രാഷ്ട്രപതിയായിരിക്കുന്ന അവസരത്തിൽ അവരുടെ വീഡിയോകളും അവരെ നേരിട്ടുമൊക്കെ കണ്ട ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലോ. അവരുടെ ആ ഒരു വസ്ത്രധാരണത്തിൽ അവരെപ്പോഴും അവരുടെ തല മറച്ചവരായിട്ടല്ലേ കണ്ടിട്ടുള്ളത്. ഈ പറയുന്ന തല മറക്കുക എന്ന് പറയുന്നത് ഇത് ഒരു ഇസ്ലാമിന്റെ മാത്രം പ്രശ്നമല്ല. അത് ഈ ശിരോവസ്ത്രം അണിഞ്ഞ് തിരുവസ്ത്രം അണിഞ്ഞ സ്ത്രീക്ക് അതൊരു മുസ്ലിം വിദ്യാർത്ഥി തലമറച്ച് വരുമ്പോൾ മാത്രം അത് എങ്ങനെയാണ് പ്രശ്നമാകുന്നത്? എന്നിട്ട് അവർ പറയുന്നത് ഇന്ത്യ ഇന്ത്യ ഇന്ത്യ, സോറി ഭാരതം ഭാരതം ഭാരതം. ഭാരതം എന്ന് പറയുമ്പോൾ അതിന്റെ പവിത്രതയും അതിന്റെ പാരമ്പര്യവും എന്താണ്? ഈ ഭാരതം, ഇന്ത്യ ഇങ്ങനെ ഇന്ത്യയായി നിൽക്കുന്നതിനും ഇതിന് ഇത്ര പ്രാധാന്യം ഉണ്ടാവുന്നതിനും കാരണം എന്താണ്? ഇവിടുത്തെ വൈവിധ്യങ്ങളാണ് ഇന്ത്യയെ വേറിട്ട് നിർത്തുന്നത്. ഇന്ത്യയുടെ ഭാഷയാവട്ടെ, ഈ രാജ്യത്തിന്റെ ഭാഷയാവട്ടെ, സംസ്കാരമാവട്ടെ, ഭക്ഷണമാവട്ടെ, വിശ്വാസങ്ങളാവട്ടെ, ഈ രാജ്യത്തുള്ള മതങ്ങളാവട്ടെ, ഈ രാജ്യത്തുള്ള മതങ്ങളില്ലാത്തവരാവട്ടെ, എന്തുമാവട്ടെ, ഈ രാജ്യത്തിന്റെ ഈ വൈവിധ്യം, ഈ വൈവിധ്യത്തിലുള്ള ഈ ഐക്യമാണ് ഈ രാജ്യത്തിന്റെ പ്രത്യേകത എന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കാതെ പോകരുത്. അതിനപ്പുറത്തേക്ക് ഈ പറയുന്ന തട്ടവും ഈ പറയുന്ന ഹിജാബും ഈ പറയുന്ന തലമറക്കലും ഒന്നും ഇന്നും ഇന്നലെയും ഒന്നും വന്നു ചേർന്നതല്ല. അതല്ലെങ്കിൽ ഇതൊന്നും പുതുതായി ഉണ്ടായതല്ല. നിങ്ങൾക്ക് വേണ്ടി അജണ്ടകൾ ഉണ്ടാക്കി തരികയും നിങ്ങൾക്ക് വേണ്ടി പേപ്പറുകളിൽ മാധ്യമങ്ങളിൽ വന്നിരുന്ന് പറയേണ്ട കാര്യങ്ങൾ എഴുതി തരികയും ചെയ്യുന്ന ആളുകൾ പഠിക്കുന്ന കാലം മുതൽ, അല്ലെങ്കിൽ അവരൊന്നും ജനിച്ച് ഈ ഭൂമിയിലേക്ക് വീഴുന്നതിന് മുമ്പ്, ഈ വിഷജന്തുക്കൾ ഭൂമിയിലേക്ക് വീഴുന്നതിന് മുമ്പ് ഇവിടുത്തെ പൊതുവിദ്യാലയങ്ങളിൽ, ഇവിടുത്തെ സ്ഥാപനങ്ങളിൽ ഒക്കെ തട്ടമിട്ടവരും തലമറച്ചവരും തലമറക്കാത്തവരും പലതരത്തിലുള്ള വിശ്വാസമുള്ളവരും കൊന്തയിട്ടവരും കുരിശു തൂക്കിയവരും കുറി തൊട്ടവരും ചന്ദനക്കുറി തൊട്ടവരും ഒക്കെ പഠിച്ചു പോയിട്ടുണ്ട് എന്നുള്ള സത്യം നിങ്ങൾ ഓർമ്മിക്കാതിരിക്കരുത്. അത് മറക്കാതിരിക്കരുത് എന്ന് ഞാൻ പറയില്ല, അതൊന്നും ഓർമ്മിക്കാതിരിക്കരുത് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. കാരണം ഇതൊന്നും നിങ്ങൾക്കാർക്കും ബോധ്യമില്ലാത്തതല്ല. ഇനി ഈ പറയുന്ന കന്യാസ്ത്രീയും ഈ പറയുന്ന സഭയും ഒക്കെ ഇവർക്ക് മെജോറിറ്റിയുള്ള രാജ്യം, ഇവരുടെ വത്തിക്കാനിലെ അവസ്ഥ ഒന്ന് മാത്രം എടുത്ത് പരിശോധിച്ച് നോക്കുക. നിങ്ങൾ വത്തിക്കാനിലെ അവസ്ഥ മാത്രം ഒന്ന് എടുത്ത് പരിശോധിക്കുക. ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയകളിൽ വളരെ വളരെ വൈറലാവുകയും അല്ലെങ്കിൽ ഇങ്ങനെ കറങ്ങി നടക്കുകയും ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ എന്ന് പറയുന്നത് മോഹൻലാൽ നായകനായി അഭിനയിച്ച പിൻഗാമി എന്ന് പറയുന്ന ചിത്രത്തിലെ ഒരു വീഡിയോ, ഒരു സീൻ. ആ സീന് അതിൽ മോഹൻലാൽ ഇല്ല, പക്ഷെ അതിലുള്ളതാരാ? ജഗദീഷ് ശ്രീകുമാരും ഇത്തരത്തിൽ തലയിൽ ശിരോവസ്ത്രമണിഞ്ഞ തിരുവസ്ത്രമിട്ട കുരിശുമാല തൂക്കിയ ഒരു കന്യാസ്ത്രീയുമാണ് ആ സീനിലുള്ളത്. അതിൽ ജഗദീഷ് ശ്രീകുമാർ ഈ കന്യാസ്ത്രീയോട് ചോദിക്കുന്നത്, സിസ്റ്ററെ ഞങ്ങൾക്കിത് മദറെ എന്ന് വിളിച്ചുകൊണ്ടാണ്. അപ്പൊ അതിന് മുമ്പ് ഒരു തമാശയുടെ രംഗമുണ്ട്. ആ തമാശയുടെ രംഗം അങ്ങ് മാറ്റി വെച്ച് കഴിഞ്ഞാല്, മദറെ ഞങ്ങൾക്കിത് പ്രാർത്ഥിക്കുവാനുള്ള സമയമാണ്, എനിക്ക് നമസ്കരിക്കണം. അപ്പോ ആ സിസ്റ്റർ പറയുന്നുണ്ട്, അവിടെയാണ് പ്രയർ റൂം, അവിടെ ചെന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. തിരിച്ച് ഈ പറയുന്ന ജഗദീഷ് ശ്രീകുമാർ ചോദിക്കുന്നുണ്ട്, ഇനി ഞാൻ കയറി പ്രാർത്ഥിച്ചതിന്റെ പേരിൽ ഇവിടെ കോലാഹലങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് അതൊരു സിനിമയിലെ രംഗമാണ്. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത് ഈ തട്ടമും ഈ പറയുന്ന മതങ്ങളുടെ ചിഹ്നങ്ങളും ഒന്നും ഇന്നും ഇന്നലെയും ഉണ്ടായതല്ല. അവിടെയും മാത്രം തീരുന്നില്ല. ഇനി വത്തിക്കാനിലേക്ക്, ഇപ്പൊ സഭ നേതൃത്വം നൽകുന്ന പള്ളുരുത്തിയിലെ സ്കൂളിലാണല്ലോ ഈ ഒരു പ്രശ്നം ഉണ്ടായത്. ഒരു കന്യാസ്ത്രീ ആയിട്ടുള്ള ശിരോവസ്ത്രം അണിഞ്ഞ തിരുവസ്ത്രം അണിഞ്ഞ കുരിശുമാല തൂക്കിയ കൊന്ത തൂക്കിയിട്ടുള്ള ഒരു കന്യാസ്ത്രീ ആ തിരുവസ്ത്രത്തിന്റെ പവിത്രതയെ കളങ്കപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണല്ലോ നടത്തിയിട്ടുള്ളത്. എന്നാൽ ഇവരുടെയൊക്കെ ഏറ്റവും വലിയ കേന്ദ്രമായിട്ടുള്ള ഇവരുടെ ക്രൈസ്തവരുടെ ഏറ്റവും വലിയ നേതാവായിട്ടുള്ള മാർപ്പാപ്പ ഭരിക്കുന്ന വത്തിക്കാൻ, ആ വത്തിക്കാനിലെ ലൈബ്രറിയിലേക്ക് ഒന്ന് ചെന്ന് നോക്കുക. അവിടെ ഈ കഴിഞ്ഞ ദിവസം ഒരു പുതിയ വാർത്ത വന്നിട്ടുണ്ട്. ഇത് വർഷങ്ങൾക്ക് മുമ്പുള്ളതല്ല. ഈ കഴിഞ്ഞ ദിവസം അവിടെ ആ വത്തിക്കാനിലെ ലൈബ്രറിയിൽ ഒരു പുതിയ പ്രയർ റൂം, നിസ്കാരമുറി, മുസ്ലിങ്ങൾക്ക് നിസ്കരിക്കാൻ വേണ്ടി ഒരു പ്രത്യേക മുറി അവിടെ സജ്ജീകരിച്ചിരിക്കുകയാണ്.
അതിന് പറഞ്ഞിരിക്കുന്ന കാരണം എന്ന് പറയുന്നത് ഈ ലൈബ്രറി എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിന്റെ കേന്ദ്രമാണ്. അതോടൊപ്പം തന്നെ ഇത് എല്ലാവർക്കും ഉള്ളതാണ്. ഇത് ക്രൈസ്തവർക്ക് മാത്രമല്ല, ഇത് എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ്, എല്ലാ മതത്തിൽപ്പെടുന്നവർക്കും ഉള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഇത് പൊതുജനത്തിനുള്ളതാണ്. അവിടെ എത്തുന്ന ഇസ്ലാം മത വിശ്വാസികൾക്ക് നിസ്കാരത്തിന്റെ സമയമായിട്ടുണ്ടെങ്കിൽ അവർക്ക് നിസ്കരിക്കാൻ വേണ്ടി പ്രത്യേക മുറി. എന്നാൽ അവിടെ നിന്ന് വിട്ട് വത്തിക്കാനിൽ നിന്ന് വിട്ട് നമ്മുടെ കേരളത്തിൽ എത്തിക്കഴിഞ്ഞാലോ, ഇങ്ങ് കൊച്ചിയിലെത്തിക്കഴിഞ്ഞാൽ, പള്ളുരുത്തിയിലെത്തിക്കഴിഞ്ഞാൽ ഈ സഭ നടത്തുന്ന സ്കൂളിൽ വിദ്യ നുകരാൻ വേണ്ടി എത്തുന്ന ഒരു വിദ്യാർത്ഥിനിക്ക് തലമറച്ചതിന്റെ പേരിൽ നിനക്ക് ഇവിടെ വിദ്യാഭ്യാസമില്ല എന്ന് പറഞ്ഞ് ആ കുട്ടിയെ പുറത്തിറക്കുന്നു. നിനക്ക് വിദ്യാഭ്യാസം വേണമെങ്കിൽ നീ തല മറക്കാതെ വരണമെന്ന് വാശി പിടിക്കുന്നു. ഇത് ചെയ്യുന്നതാരാ? ഇതേ രീതിയിൽ ശിരോവസ്ത്രമിട്ട് മതത്തിന്റെ ചിഹ്നങ്ങൾ കൊണ്ടു നടക്കുകയും തിരുവസ്ത്രം അണിയുകയും ചെയ്തിട്ട് ആ തിരുവസ്ത്രത്തെ കളങ്കപ്പെടുത്തുന്ന ചില ആളുകൾ, ഈ പറയുന്ന ശിരോവസ്ത്രമിട്ടവരോ തിരുവസ്ത്രമിട്ടവരോ എല്ലാവരും ഇത്തരക്കാരാണെന്ന് ഞാൻ പറയുന്നില്ല. ഇത്തരത്തിലുള്ള ചില പുഴുക്കുത്തുകൾ, ഈ പറയുന്ന തിരുവസ്ത്രമിട്ടവർ, ചില ആളുകൾ, അത്തരത്തിലുള്ള പുഴുക്കുത്തുകൾ ഇവരുടെ കൂട്ടത്തിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇവരുടെയൊക്കെ അജണ്ടകൾ, ഇവർ ചില അജണ്ടകൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഇവരുടെ വാക്കിൽ നിന്നും ഇവരുടെ പ്രവൃത്തിയിൽ നിന്നും ഇവരുടെ സംസാരത്തിൽ നിന്നും ഇവരുടെ വായയിൽ നിന്ന് വരുന്ന ചില വാക്കുകൾ കൊണ്ടും നമുക്ക് സ്ഥിരപ്പെടുത്തിയെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് ഇവരെ ഇത്രമാത്രം ഭയപ്പെടുത്തുന്നത് എന്താണ്? ഇവരെ ഇത്രമാത്രം ഭയപ്പെടുത്തുന്നത് ഈ തലമറച്ച് വരുന്ന കുട്ടികൾ ഇന്ന് സമൂഹത്തിന്റെ പല വിധങ്ങളിൽ, പല മേഖലകളിൽ കഴിവ് തെളിയിച്ച് അവർ ഉന്നതിയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. കാരണം ഒരു കാലഘട്ടത്തിൽ ഈ വിദ്യാഭ്യാസപരമായി വളരെ പിന്നോക്കം നിന്ന ഒരു സമുദായം, അത് ആണാവട്ടെ പെണ്ണാവട്ടെ, ഒരു സമുദായം ഇന്ന് അതിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട്, കാലം മാറിയപ്പോൾ അതിന്റെ പ്രാധാന്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് ഇനി മുന്നോട്ട് പോകണമെങ്കിൽ വിദ്യാഭ്യാസം അനിവാര്യമാണെന്നുള്ള തിരിച്ചറിവിൽ നിന്ന് ഇത്തരത്തിൽ മുന്നോട്ട് വരികയും അതങ്ങനെ വെട്ടിപ്പിടിച്ച് കീഴ്പ്പെടുത്തി മുന്നോട്ട് പോകുന്നത് കാണുമ്പോൾ ഇവർക്കൊക്കെ വല്ലാതെ ഹാലിളകുന്നുണ്ട്, ഇവരൊക്കെ വല്ലാതെ അസ്വസ്ഥരാകുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഏറ്റവും വലിയ ബാക്കി പത്രമാണ് ഈ പറയുന്ന പള്ളുരുത്തിയിലെ ഈ അസഹിഷ്ണുത. പക്ഷേ ഇവിടെ വേദനിപ്പിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ഇതിനൊക്കെ നേതൃത്വം കൊടുത്ത വ്യക്തി അവർ ധരിച്ചിരിക്കുന്ന ആ തിരുവസ്ത്രത്തിന്റെ പവിത്രത കൂടി കളങ്കപ്പെടുത്തുന്നു. അവർ മാനദണ്ഡമാക്കേണ്ട, അല്ലെങ്കിൽ അവർ മാതൃകയാക്കേണ്ട ബൈബിളിനെ പോലും, ബൈബിളിന്റെ അധ്യാപനങ്ങളെ പോലും തള്ളിക്കൊണ്ടാണ് ഇവർ ഈ പ്രവൃത്തി നടത്തിയിരിക്കുന്നത്. ആ ബൈബിളിന്റെ അധ്യാപനങ്ങളെ തള്ളിക്കളഞ്ഞത് ഒരു തിരുവസ്ത്രമിട്ട ഒരു സ്ത്രീയാണെന്നുള്ളത് ആലോചിക്കുമ്പോൾ തന്നെ ലജ്ജ തോന്നുന്നു. ഇത് വളരെ മ്ലേച്ഛമായ ഒരു പ്രവൃത്തിയാണെന്ന് പറയാതിരിക്കാൻ യാതൊരു നിർവാഹവുമില്ല.